ദുബായ് എമിറേറ്റിലെ സാലിഗേറ്റുകളുമായി ബന്ധപ്പെട്ട് വേരിയബിൾ ചാർജിംഗ് സിസ്റ്റം നടപ്പിലാവുന്നത് നാളെ മുതലാണ്. ജനുവരി 31 വെള്ളിയാഴ്ച മുതൽ. അതാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ സാലിഗേറ്റുകളിലൊക്കെ ഒരു ഫിക്സഡ് ചാർജ് ആയിട്ടുള്ള 4 ദിർഹമാണല്ലോ എല്ലാ സമയത്തും ഈടാക്കുന്നത്. അപ്പോൾ ആ രീതി മാറുകയാണ്. പീക്ക് ടൈമിൽ 6 ദിർഹവും ഓഫ് പീക്ക് ടൈമിൽ 4 ദിർഹവും ഈടാക്കുന്ന തരത്തിൽ വേരിയബിൾ ചാർജിംഗ് സിസ്റ്റം നാളെ മുതൽ ദുബായ് എമിറേറ്റിലെ എല്ലാ സാലിഗേറ്റുകളിലും നടപ്പിലാവുകയാണ്. വീക്ക് ഡേയ്സിൽ പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ രാവിലെ 10 മണി വരെയും പിന്നീട് വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ആ സമയത്ത് നമ്മൾ ഈ സാലിഗേറ്റുകൾ കടന്നു പോകുമ്പോൾ 6 ദിർഹം വീതമായിരിക്കും ഈടാക്കുക. ഓഫ് പീക്ക് ടൈം വീക്ക് ഡേയ്സിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. അല്ലാതെ രാത്രി 8 മണി മുതൽ പുലർച്ചെ 1 മണി വരെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ സാലിഗേറ്റുകൾ കടന്നു പോകുമ്പോൾ 4 ദിർഹമായിരിക്കും ഈടാക്കുക. ഇനി സൺഡേസിന്റെ കാര്യം പറയാം. ഈ പബ്ലിക് ഹോളിഡേയ്സോ സ്പെഷ്യൽ ഇവന്റ്സോ സ്പെഷ്യൽ ഒക്കേഷൻസോ ഒന്നും അല്ലാത്ത സൺഡേസിൽ പകൽ സമയത്ത് 4 ദിർഹമായിരിക്കും ഈടാക്കുക. പിന്നെ പുലർച്ചെ 1 മണി മുതൽ രാവിലെ 6 മണി വരെ ഫ്രീ ആയിരിക്കും സാലിഗേറ്റുകളിലൂടെയുള്ള ട്രാവൽ എന്നുള്ളൊരു കാര്യവും അധികൃതർ അറിയിക്കുന്നുണ്ട്. റമദാനിൽ ഈ പീക്ക് ടൈം എന്ന് പറയുന്നത് വ്യത്യാസപ്പെടും. റമദാൻ കാലത്ത് വീക്ക് ഡേയ്സിലെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. ഈ സമയത്ത് 6 ദിർഹമായിരിക്കും ഈടാക്കുക എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. റമദാൻ കാലത്ത് വീക്ക് ഡേയ്സിലെ ഓഫ് പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ രാവിലെ 9 മണി വരെ. പിന്നെ വൈകുന്നേരം 5 മണി മുതൽ 5 PM മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ 2 AM വരെ ആയിരിക്കും ഓഫ് പീക്ക് ടൈം എന്ന് പറയുന്നത്. സൺഡേയിലെ കാര്യം കൂടി എടുത്തു നോക്കാം. റമദാൻ കാലത്തെയാണ്. സൺഡേയിൽ രാവിലെ 7 മണി മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ 2 മണി വരെ 4 ദിർഹമായിരിക്കും ഈടാക്കുക എന്ന് കൂടി അറിയിക്കുന്നുണ്ട്. 2 മണി മുതൽ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 7 മണി വരെ ഫ്രീ ആയിരിക്കും സൺഡേസിലും എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നുണ്ട്. പിന്നെ വേരിയബിൾ ചാർജിംഗ് സിസ്റ്റം നടപ്പിൽ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അൽസഫ നോർത്തിലും അൽസഫ സൗത്തിലും അതുപോലെ തന്നെ അൽമംസാർ നോർത്തിലും സൗത്തിലും സാലിഗേറ്റുകളുണ്ട്. ഇത് രണ്ടും കടന്നു പോകുമ്പോൾ 2 തവണ ചാർജ് ഈടാക്കുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. സാലിക് അധികൃതർ അറിയിക്കുന്നത് 1 മണിക്കൂറിനകം ഒരു ഡയറക്ഷനിലേക്ക് ഈ 2 ഗേറ്റുകളും കടന്നുപോയാൽ ഒറ്റത്തവണ മാത്രമേ സാലിക് ചാർജുകൾ ഈടാക്കുകയുള്ളൂ എന്നുള്ള രീതിയാണ്. അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എന്തായാലും ദുബായിലെ സാലിക് ഗേറ്റുകളുമായി ബന്ധപ്പെട്ട് വേരിയബിൾ ചാർജിംഗ് സിസ്റ്റം നാളെ മുതൽ നടപ്പിലാവുകയാണ്. ജനുവരി 31 വെള്ളിയാഴ്ച മുതൽ. നാളെ ജനുവരി 31 പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. ഫെബ്രുവരിയിലെ ഇന്ധന വിലയാണ് ജനുവരി 31 പ്രഖ്യാപിക്കാനിരിക്കുന്നത്. വില കൂടുമോ കുറയുമോ അതോ മാറ്റമില്ലാതെ തുടരുമോ എന്നുള്ളൊരു കാര്യത്തിൽ സ്വാഭാവികമായും ആളുകൾക്കൊരു ആകാംക്ഷയുണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് ആഗോള വിപണിയിൽ ക്രൂഡ് വിലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ജനുവരി അപേക്ഷിച്ച് ഫെബ്രുവരിയിലെ ഇന്ധന വിലയുടെ കാര്യത്തിൽ വർധനവിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ്. ജനുവരിയിൽ ക്രൂഡ് വില ഈ അവസാന ഘട്ടത്തിൽ ബാരലിന് $81 എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ടാരിഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പോളിസികളിൽ റഷ്യൻ ക്രൂഡിന്റെ എക്സ്പോർട്ടിന് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയത്, അങ്ങനെ കുറെ ആഗോള മാറ്റങ്ങൾ കാരണം ഈ ക്രൂഡ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് UAE വിലയിലും പ്രതിഫലിക്കും എന്നാണ് പറയുന്നത്. നിലവിൽ ഡിസംബറിലെ വില തന്നെയാണ് ജനുവരിയിലും മാറ്റമില്ലാതെ നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ 95-ന് 2 ദിർഹം 50 ഫിൽസും സൂപ്പർ 98-ന് 2 ദിർഹം 61 ഫിൽസും E+ന് 2 ദിർഹം 43 ഫിൽസും ഡീസലിന് 2 ദിർഹം 68 ഫിൽസുമാണ് വില ഉള്ളത്. അത് കൂടും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഫെബ്രുവരിയിലെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യ UAE സൗഹൃദം വളരെയധികം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദുബായിയുടെ കിരീടാവകാശിയും UAEയുടെ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കണം എന്നുള്ള ക്ഷണപത്രം അദ്ദേഹം വിദേശകാര്യമന്ത്രി S ജയശങ്കർ വഴി ഹിസൈനസ് ഷെയ്ഖ് ഹംദാന് നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ തന്നെയാണ് തൻ്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദം പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നതിനുള്ള സാധ്യതകൾ ഇരു രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. കൂടുതൽ ശക്തമാകുന്ന സൗഹൃദ ബന്ധമാണിതെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും
ഹിസൈനസ് ഷെയ്ഖ് ഹംദാനും അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തിരക്കിട്ട കൂടിക്കാഴ്ചകളും മറ്റും നടത്തുന്നതിന്റെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ UAE സൗഹൃദം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി ഹിസൈനസ് ഷെയ്ഖ് ഹംദാനെ ഏപ്രിലിൽ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശൈത്യകാലം പിടിമുറുക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തണുപ്പകറ്റാൻ തീ കായുന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾ നടത്താറുണ്ട്. വീടുകളിൽ പ്രത്യേകിച്ച് അടച്ചിട്ട മുറികളിൽ ഇരുന്ന് തീ കായുന്നതിനെതിരെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കരുതൽ വേണം, ജാഗ്രത വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് സിവിൽ ഡിഫൻസ് നൽകുന്നുണ്ട്. തീപിടുത്തവും ഗ്യാസ് ചോർച്ചയും അടക്കമുള്ള സംഭവങ്ങൾ ശൈത്യകാലത്ത് വർദ്ധിക്കുന്നതായി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കുന്നുണ്ട്. ചിലരൊക്കെ വീടിനകത്ത് വിറകും മറ്റുമിട്ട് തീ കത്തിച്ചതിന് ശേഷം ആ ഒരു ചൂട് പറ്റി ഉറങ്ങാൻ കിടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോലും അറിയാതെ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, ബോധം നശിക്കും, നമ്മൾ പോലും അറിയാതെ മരണം നമ്മളെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പം അത്തരം സാഹചര്യങ്ങൾ കരുതിയിരിക്കണം. വായു സഞ്ചാരമുള്ള തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ തീയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത്. ഇലക്ട്രിക് ഹീറ്ററുകൾ തന്നെയാണ് സുരക്ഷിതം, താരതമ്യേന സുരക്ഷിതമെന്ന് സിവിൽ ഡിഫൻസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ, കർട്ടനുകൾ, ഇലക്ട്രിക് വയറുകൾ അങ്ങനെയുള്ളവയുടെ അടുത്ത് ഇലക്ട്രിക് ഹീറ്ററുകൾ വെക്കരുത്. അങ്ങനെയുള്ള സുരക്ഷാ ജാഗ്രതകളൊക്കെ പാലിക്കണം എന്നുള്ള ഒരു കാര്യം സിവിൽ ഡിഫൻസ് അതോറിറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക.